Level 2। प्यारे बच्चों, നമസ്തേ. സബ് കുശൽ ഹേ? കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായി നമ്മൾ മിർസ അസദുള്ള ബേഗ് ഖാൻ്റെ ഡയറിയുടെ കുറച്ച് ഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1857 भारत के पहला स्वतंत्रता संग्राम का समय. ഈ സമയത്തുള്ള ഡൽഹിയുടെ അവസ്ഥ, ഡൽഹിയിലെ ജനങ്ങളുടെ ദുരിതപൂർണമായ ജീവിതം, അതൊക്കെയാണ് ഈ ഡയറിയിലൂടെ നമ്മൾ കണ്ടത്. गालिब की गली की विशेषताएं क्या क्या थी? ज़रा सोचिए. हमने पहली कक्षा में पढ़ा था. हाँ, उस गली में 10-12 घर थे. उस गली के अंदर घुसने का केवल एक ही रास्ता था. उस गली के अंदर कोई कुआं नहीं था. ഓർക്കുന്നില്ലേ നിങ്ങൾ? ബ്രിട്ടീഷുകാരെ ഭയന്ന ആ ഒരേ ഒരു പ്രവേശന കവാടവും അവർ അടച്ചത്, ഭക്ഷണത്തിനും ദാഹജലത്തിനും അവർ ബുദ്ധിമുട്ടിയത്. അങ്ങനെ വിഷമിച്ച് കഴിയുന്ന ആ സമയത്ത് 1857 ഒക്ടോബർ 5 അവർ ഭയപ്പെട്ടത് സംഭവിച്ചു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇത്? हाँ, कुछ अंग्रेज सैनिक उस गली में घुस आए. उन्होंने गालिब के साथ उनके बच्चों, नौकरों और कुछ पड़ोसियों को भी गिरफ्तार किया. അവിടെ ഉണ്ടായിരുന്നവരെയെല്ലാം അറസ്റ്റ് ചെയ്ത് കേണൽ ബ്രൗൺ എന്ന സൈനിക ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ ഹാജരാക്കി. നിങ്ങൾ ഓർക്കുന്നില്ലേ അവിടെ എന്താ സംഭവിച്ചത്? വഹാ പർ ക്യാ ഹുവാ ഥാ? गालिब को कभी जानकर केनल ब्राउन ने उन्हें घर जाने की इजाज़त दे दी और गालिब का निवेदन स्वीकार कर उनके पड़ोसियों को भी घर जाने की अनुमति मिली. തൻ്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട അയൽക്കാരെല്ലാം തന്നെ വളരെ നിഷ്കളങ്കരായ മനുഷ്യരാണെന്നും അവരും കവികളാണ്, കവിത എഴുതുന്നവരാണെന്നും ഗാലിബ് കേണൽ ബ്രൗണിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ എല്ലാം രക്ഷിച്ചു. നിങ്ങൾ ഓർക്കുന്നില്ലേ ആ ഭാഗം? എന്നാൽ ഡൽഹിയിലെ അസംഖ്യം നിഷ്കളങ്കരായ ജനങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ബേശുമാർ ബേഗുനാഹോं को ठूस ठूस कर हवालात और कैद खाने में भर दिया गया. അവരെയെല്ലാം പിന്നീട് എന്ത് ചെയ്തു? हाँ, उन सबको फांसी दे दी गई. ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. आगे गालिब ने अभागे चिराग अली के बारे में कहा. चिराग अली कौन था? एक भिश्ती. किसने उसको मारा था? दिल्ली के बड़े हाकिम हटसन साहब ने उसे अपनी तलवार से मारा था और उसकी लाश दिल्ली के प्रवेश द्वार पर लटका दी. അതിനോടൊപ്പം തന്നെ അവസാന മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ ജഫർ അദ്ദേഹത്തിൻ്റെ 2 മക്കളെയും, രാജകുമാരന്മാരുടെ പേരെന്തായിരുന്നു? ഷഹസാദ ഫസൽ और मिर्ज़ा अबू बकर. इन दोनों को मारा. किसने मारा? ഹഡ്സൺ ने मारा. അവരുടെയും ശിരസ്സുകൾ ദില്ലിയുടെ പ്രവേശന കവാടത്തിൽ തൂക്കിയിട്ടു. അപ്പോൾ വളരെ ക്രൂരനായ സൈനിക ഉദ്യോഗസ്ഥനായ ഹഡ്സനെയും നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. यहाँ पर आपको मैंने एक गृहकार्य दिया था. क्या था वो? इस घटना का समाचार तैयार करें. क्या आपने किया? बहुत अच्छा. मुझे अपने स्कूल से कुछ उत्तर मिले हैं. एक मैं आपके लिए पढ़ती हूँ. हडसन का शिकार बना अभागा भिश्ती, दिल्ली. कल सुबह से दिल्ली के प्रवेश द्वार पर एक अभागे की लाश लटक रही है. वो लाश चिराग अली नामक एक भिश्ती की है. वो एक सीधा सादा आदमी था. दिल्ली में रहने वाला था. सड़क सींचने का काम करता था. पिछले दिन जब वह सड़क सींच रहा था तब दिल्ली के बड़े हाकिम हडसन होड़े पर जा रहे थे. चिराग अली ने उसको नहीं देखा था. वो अल्लाह का गुण गाता हुआ सड़कों को सींचता रहा. हडसन को गुस्सा आया. उसने अपनी तलवार से चिराग अली का पेट चीर कर मार डाला.
उसकी हत्या से पूरे इलाके में अशांति फैली हुई है। इन्हीं हडसन ने बादशाह बहादुर शाह जफर के दोनों बेटों का भी खून कर उनके सिर दिल्ली दरवाजे पर लटका दिए थे। ऐसा लगता है कि हडसन को हिंदुस्तानियों का खून करने में बड़ा मजा आता है. കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും പത്രവാർത്ത തയ്യാറാക്കിയല്ലോ. ഇനി നമുക്ക് മുന്നോട്ടുള്ള കാര്യം കൂടെ നോക്കാം. തുടർന്ന് മെഹർനിസ എന്ന തൻ്റെ അയൽക്കാരിയെ പറ്റി ഗാലിബ് പറയുന്നുണ്ട്. അവർക്കും കുടുംബത്തിനും ഗാലിബ് ഭക്ഷണം എത്തിച്ച കാര്യവും പറയുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഭാഗമാണത്. ഗാലിബ് എക് ദർബാരി കവി ഥ, രാജസദസ്സിലെ കവിയാണ്. നല്ല ജീവിത സാഹചര്യത്തിൽ കഴിയുന്ന സമയവുമായിരുന്നു. പക്ഷേ ഈ കലാപം എല്ലാം തന്നെ, ഈ ജനകീയ വിപ്ലവം എല്ലാം തന്നെ തകിടം മറിച്ചു. ഇന്ന് അദ്ദേഹത്തിനും വിശപ്പ് സഹിച്ച് കഴിയേണ്ട അവസ്ഥയാണ്. അതിനോടൊപ്പം തന്നെ ഈ കഷ്ടതയുടെ വേളയിൽ ഗാലിബിന് ധൈര്യം നൽകിയ, സഹായം ചെയ്ത കുറച്ച് സുമനസ്സുകളെ അദ്ദേഹം തൻ്റെ ഡയറിയിൽ ഓർക്കുന്നുണ്ട്. വേ കോൻ കോൻ ധേ ജറാ ബതായിയേ. हाँ, हीरा सिंह, शिवाजी राम का बेटा बाल मुकुंद और हरिगोपाल तुफ्ता. उन्होंने कैसे गालिब की सहायता की, जरा बताइए. शिवाजी राम ने गालिब को हिम्मत बंधाया. बाल मुकुंद ने अंग्रेज सिपाहियों की नज़र से बचते बचाते गालिब की चिकित्सा का प्रबंध किया. हरिगोपाल तुफ्ता ने रुपये एवं गेहूं भिजवाकर ഗാലിബ് की मदद की. അങ്ങനെ കഷ്ടതകൾ നിറഞ്ഞ ആ കാലഘട്ടത്തിൽ മനുഷ്യത്വത്തിൻ്റെ മരിപ്പച്ചയുടെ ബലത്തിൽ കുറേയൊക്കെ അതിജീവിക്കാൻ ഗാലിബിന് സാധിച്ചു. ഇനി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ये बातें जिनका लिखना जरूरी नहीं था, सिर्फ इसलिए लिखी कि इन लोगों की दरियादिली और हमदर्दी का शुक्रिया अदा हो जाए. दरियादिली माने कारुण्यम, mercy. हमदर्दी सहदापम, सिंपति. किसकी दरियादिली और हमदर्दी? गालिब की मदद करने वाले लोगों की. वे कौन कौन थे बताइए. हीरा सिंह, शिवाजी राम, उनका बेटा बाल मुकुंद और हरिगोपाल तुफ्ता. उन सबसे अपना शुक्रिया अदा करने के लिए, शुक्रिया अदा करना നന്ദി പ്രകാശിപ്പിക്കുക അല്ലെങ്കിൽ നന്ദി പ്രകടിപ്പിക്കുക. उन सबसे अपना शुक्रिया अदा करने के लिए गालिब ने अपनी डायरी में उनके बारे में लिखा था. ഈ സുമനസ്സുകളെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ സുമനസ്സുകളോടുള്ള നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ് ഗാലിബ് തൻ്റെ ഡയറിയിൽ അവരെ പറ്റി കൂടി പറഞ്ഞത്. പിൽക്കാലത്ത് തൻ്റെ ഡയറി വായിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ സുമനസ്സുകളുടെ നന്മ തിരിച്ചറിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ആകെ ദേഖേ. रात को चिराग नहीं जलते, दिन में चूल्हे नहीं सुलगते. जब अनाज ही नहीं है तो चूल्हे कहाँ से जले. मकानों के मालिक मार डाले गए हैं. वे होते तो घरों में गल्ला पानी आता. रात को चिराग नहीं जलते, दिन को चूल्हे नहीं सुलगते. इससे क्या तात्पर्य है? चिराग माने दिया, विलक, लैंप. रात को चिराग नहीं जलते, जलना, कत्तुगा. रात को चिराग नहीं जलते और दिन में चूल्हे नहीं सुलगते. चूल्हे नहीं सुलगते. चूल्हा माने അടുപ്പ്, സ്റ്റൗ. സുലഗ്ന, കത്തുക, എരിയുക. രാത്രി വിളക്കുകളും കത്തുന്നില്ല, പകല് അടുപ്പുകളും എരിയുന്നില്ല. എന്തൊരവസ്ഥയാണ്! ആ ഒരൊറ്റ വാക്യത്തിൽ നിന്ന് ദില്ലിയുടെ അവസ്ഥ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകും. എല്ലാം ഉണ്ട് അതിനകത്ത്, ആ ഒരൊറ്റ സെൻറ്റൻസിൽ. ജബ് അനാജ് ഹി നഹി ഹൈ तो चूल्हे कहाँ से जले. अनाज माने ധാന്യം. അനാജ് നഹി ഹൈ. അനാജ് ക്യോ നഹി ഹൈ? വലിയ വിപ്ലവം നടക്കുന്ന സമയമല്ലേ, സാധനങ്ങളുടെ വരവെല്ലാം കുറഞ്ഞിട്ടുണ്ട്, ഉള്ളതിനെല്ലാം തന്നെ തീ പിടിച്ച വിലയുമായിരിക്കും. തോ ചൂൽഹേ കേസേ ജലേ.
അതുമാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഗാലിബ് പറയുന്നുണ്ട്. മക്കാനോं के मालिक मार डाले गए हैं, वे होते तो घरों में गल्ला पानी आता. മക്കാൻ മാനെ കെട്ടിടം, മാലിക് ഉടമ, നാഥൻ. ഈ സന്ദർഭത്തിൽ മക്കാനോं के मालिक മാനെ ഗൃഹനാഥന്മാർ. मकानों के मालिकों को क्या हुआ था? हाँ, वे सब मार डाले गए. ദില്ലിയിലെ പുരുഷന്മാരിൽ ഭൂരിഭാഗവും ഈ വിപ്ലവത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടിരിക്കുകയാണ് കുട്ടികളെ. വേ ഹോത്തെ तो घरों में गल्ला पानी आता. ഗല്ല മാനെ അനാജ്, ധാന്യം. ഗൃഹനാഥന്മാരെല്ലാം തന്നെ കൊല്ലപ്പെട്ടു. നിത്യവൃത്തിക്ക് വേണ്ട വക കൊണ്ടുവരുന്ന ഗൃഹനാഥന്മാരെല്ലാം കൊല്ലപ്പെട്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഉപജീവനത്തിനുള്ള വക വീടുകളിലെത്തും? तो रात को चिराग नहीं जलते, दिन में चूल्हे नहीं सुलगते. आगे देखें. गालिब जिसके इस शहर में हजारों दोस्त हैं, इस तन्हाई और अकेलेपन में सिर्फ अपनी कलम के सहारे ही जिंदा बचा रह गया है. उसके सारे दोस्त एक एक कर मार डाले गए. बच्चों, गालिब क्या कह रहे हैं? हाँ, इस तन्हाई और अकेलेपन में, इन दोनों शब्दों का अर्थ एक है. तन्हाई माने अकेलापन, एकांतता. इस तन्हाई में, इस तन्हाई और अकेलेपन में वो अपनी कलम के सहारे ही जिंदा है. दिल्ली में उसके हजारों मित्र थे, वो सब एक एक कर മാർ ഡാലെ ഗയെ. ദില്ലിയിൽ 1000-ലേറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന ഗാലിബിന് ഇന്ന് തൻ്റെ പേന മാത്രമാണ് കൂട്ട്. കലം കെ സഹാരെ ഹി ജിന്ദാ ഹെ. സാധാരണ രീതിയിൽ നമുക്ക് നല്ല ദുഃഖം വരുമ്പോൾ നമ്മൾ കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ വിഷമങ്ങളൊക്കെ ഒന്ന് മാറാറുണ്ട്. ഇനി കൂട്ടുകാരടുത്തില്ലാത്ത സമയത്താണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ആ പേനയെടുത്ത് ഒന്ന് എഴുതണം. നിങ്ങളുടെ വിഷമങ്ങളൊക്കെ ഒന്ന് എഴുതണം. നല്ല സ്പഷ്ടമായ ഭാഷയിൽ അങ്ങ് എഴുതും. കുറേ കാലം കഴിഞ്ഞ് ഈ എഴുതിയത് ഓർമ്മക്കുറിപ്പുകളോ ഡയറികളോ ഒക്കെ ആയി തീരാൻ സാധ്യതയുണ്ട്. പേനയും നമുക്ക് നല്ലൊരു സുഹൃത്താണ്. പേനയുമായിട്ട് ചങ്ങാത്തം കൂടാം. आगे देखें. मेरी आत्मा में अब केवल दुख ही दुख है. मैं अपना बिस्तर और कपड़े बेच बेच कर जिंदगी गुजार रहा हूँ. दूसरे लोग जिस तरह से रोटियां खाते हैं, मैं कपड़े खा रहा हूँ. डरता हूँ कि जब सब कपड़े खा लूँगा तो नंगा ही भूखा मर जाऊँगा. गालिब अब बहुत दुखी है. अब वो अपनी ज़िंदगी कैसे गुजार रहा है? ജിന്ദഗി ഗുസാർന മാനെ ജീവിതം നയിക്കുക, ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഗാലിബ് എങ്ങനെയാണ് ഇപ്പോൾ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഹാ, അപ്നെ കപ്പടേ ഓർ ബിസ്തർ ബേച്ച് ബേച്ച് കർ. ബേച്ചന മാനെ വിൽക്കുക. കപ്പടേ ഓർ ബിസ്തർ ബേച്ച് ബേച്ച് കർ. തൻ്റെ തുണിയും കിടക്കയുമൊക്കെ വിറ്റാണ് ഗാലിബ് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗാലിബ് പറയുകയാണ്, दूसरे लोग जिस तरह से रोटियां खाते हैं, मैं कपड़े खा रहा हूँ. दूसरे लोग जिस तरह से रोटियां खाते हैं, मैं कपड़े खा रहा हूँ. इसका क्या मतलब है? मैं कपड़े खा रहा हूँ. इससे गालिब की किस हालत की ओर संकेत है? രാജസദസ്സിലെ കവിയായിരുന്നല്ലോ അദ്ദേഹം. സ്വാഭാവികമായും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും കിടക്കയുമൊക്കെ അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ട്. ഇന്ന് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തൻ്റെ വിലപിടിപ്പുള്ള ഈ വസ്തുക്കളൊക്കെ, കിടക്കയും തുണിയുമൊക്കെ വിറ്റാണ് ജീവിതം മുന്നോട്ട് നയിക്കേണ്ടതായി വരുന്നത്. അദ്ദേഹത്തിനും കുടുംബത്തിനും ഭക്ഷണത്തിന് പോലും ഇന്നൊരു മാർഗമില്ല. ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ഇങ്ങനെ തൻ്റെ വിലപിടിപ്പുള്ള തുണികളും കിടക്കയുമൊക്കെ വിറ്റ് ഉപജീവനം നടത്തേണ്ടതായി വരുന്നത്. ഗാലിബ് കോ കിസ് ബാത് കാ ഡർ ഹൈ ബച്ചോ? हाँ, वो क्या कह रहा है? जब
सब कपड़े खा लूंगा तो नंगा ही भूखा मर जाऊंगा. എല്ലാ വസ്ത്രങ്ങളും തിന്നു തീരുമ്പോൾ, മാനെ ഉടുതുണിയെല്ലാം വിറ്റ് കഴിയുമ്പോൾ, കച്ചവടം ചെയ്ത് കഴിയുമ്പോൾ, നംഗാ ഹി ഭൂക്കാ മർ ജാഊംഗ, നഗ്നനായി പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുമോ എന്ന് ഗാലിബ് ഭയപ്പെടുകയാണ്. കുട്ടികളെ, ഇവിടെ നമ്മുടെ പാഠഭാഗം അവസാനിക്കുകയാണ്. മിർസ അസദുള്ള ബേഗ് ഖാൻ की डायरी का नाम क्या था? दस्तंबू. आप जानते हैं इसका अर्थ? दस्तंबू एक फारसी शब्द है. इसका अर्थ है पुष्पगुच्छ, पूचंड. इसे पढ़ना माने सन 1857 को अपनी आंखों से देखना और अपने लोकप्रिय शायर की संवेदनाओं से गुजरना. സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധരായ സ്വാധീനമുള്ള കവികളിൽ ഒരാളായിരുന്നു മിർസ അസദുള്ള ബേഗ് ഖാൻ, മിർസ ഗാലിബ്. അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ വസതി ഇന്ന് ഒരു മ്യൂസിയമായി സംരക്ഷിക്കപ്പെട്ട് പോരുന്നുണ്ട്. मिर्जा गालिबिने पट्टी കൂടുതൽ അറിയാൻ നിങ്ങൾ ശ്രമിക്കുമല്ലോ. अब आपको एक गतिविधि करनी है. मिर्जा गालिब कौन था? उर्दू फारसी ഭാഷാ के प्रसिद्ध शायर. പാഠഭാഗം നന്നായി വായിച്ച് गालिब के चरित्र पर टिप्पणी तैयार करें. टिप्पणी तैयार करने के लिए इन सूचकों पर ध्यान दें. सहायक बिंदु: उर्दू फारसी के प्रसिद्ध शायर, अंग्रेजों से पीड़ित, कविता के जरिए अंग्रेजों से पड़ोसियों को बचाने वाला, भिश्ती चिराग अली की हत्या पर दुखी, मुसीबत के समय स्वयं कष्ट सहकर भी दूसरों की मदद करने वाला, दूसरों की दया और हमदर्दी को मान्यता देने वाला, तन्हाई और अकेलेपन में सिर्फ कलम के सहारे जीने वाला, अपने कपड़े तथा बिस्तर बेचकर जिंदगी चलाने में विवश. ये सब गालिब की चरित्र की विशेषताएं हैं. പാഠഭാഗം നന്നായി വായിക്കൂ. गालिब के चरित्र पर टिप्पणी तैयार करें. बच्चों, जरा इन वाक्यों पर ध्यान दें. मेरा पड़ोसी हीरा सिंह एक नौजवान है, वो मुझे हिम्मत बंधाता है. ഈ രണ്ട് വാക്യത്തിലും ആരെ കുറിച്ചാണ് പറയുന്നത്? മേരാ പടോസി ഹീരാ സിംഗ് ഏക് നൗജവാൻ ഹെ, വോ മുझे ഹിമ്മത്ത് ബന്ധാതാ ഹെ. ഈ രണ്ട് വാക്യത്തിലും ആരെ കുറിച്ചാണ് പറയുന്നത്? ഹാ, ഹീരാ സിംഗ്. രണ്ടാമത്തെ വാക്യത്തിൽ ഹീരാ സിംഗ് എന്നാണോ പറഞ്ഞത്? അല്ലല്ലോ. പകരം ഏത് പദമാണ് ഉപയോഗിച്ചത്? പറയൂ പറയൂ, വേഗം പറയൂ, പെട്ടെന്നാകട്ടെ. ഹാ, വോ. രണ്ടാമത്തെ വാക്യത്തിൽ ഹീരാ സിംഗിന് പകരം വോ എന്ന സർവനാമമാണ് ഉപയോഗിച്ചത്, അല്ലേ? ഹീരാ സിംഗ് എന്ന നാമത്തിന് സഗ്യ കെ ലിയെ വോ സർവനാം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? जरा इन वाक्यों पर ध्यान दें. उन्होंने गरीबों के घर भी जला दिए, अपनी अपनी जान बचाकर वे भाग निकले. इन वाक्यों में प्रयुक्त सर्वनामों को पहचानें.
जरा बताइए इन वाक्यों में प्रयुक्त सर्वनाम क्या क्या हैं? हाँ, उन्होंने और വേ. ഏത് നാമങ്ങൾക്ക് പകരമാണ് ഈ സർവനാമങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്? ഉനോനെ ഗരീബോं के घर भी जला दिए. വേ എന്ന സർവനാമത്തിനോടുകൂടി നേ എന്ന പ്രത്യയം വന്നപ്പോഴാണല്ലോ ഉനോനെ എന്നായത്. അപ്പോൾ അവിടുത്തെ ആ വേ ഏത് നാമത്തിന് പകരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? വേ സർവനാം കിസ് സംജ്ഞ കെ ലിയേ പ്രയുക്ത ഹൈ. ആരാണ് പാവങ്ങളുടെ വീടുകളൊക്കെ തീവച്ച് നശിപ്പിച്ചത്? ഹാ, अंग्रेज. वे सर्वनाम अंग्रेजों के लिए प्रयुक्त है. ये स्लाइड देखें. उन्होंने गरीबों के घर भी जला दिए. अपनी अपनी जान बचाकर वे भाग निकले. इन वाक्यों में प्रयुक्त सर्वनामों को पहचाने. इन सर्वनामों से संबंधित संज्ञाओं को पाठ भाग से चुन ले और तालिका की पूर्ति करें. പ്രിയപ്പെട്ട കുട്ടികളെ, ഗാലിബിൻ്റെ ഡയറിയുടെ ഈ ഭാഗത്തിൽ നിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പിന്നിൽ ചിരാഗ് അലിയെ പോലുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെയും ജീവത്യാഗമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജനാധിപത്യത്തെ, നമ്മുടെ സ്വാതന്ത്ര്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഖനിക്കുന്ന, നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിക്ക് ദോഷം വരുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ 200 വർഷം നമ്മളെ അടക്കി ഭരിച്ചത്. ആ ഓർമ്മ എപ്പോഴും നമ്മളിൽ ഉണ്ടാകണം. ഐക്യത്തോടെ, ഒത്തൊരുമയോടെ പോകാൻ നമുക്ക് കഴിയണം. നാനാത്വത്തിൽ ഏകത്വം എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകണം. ഒപ്പം ജാതി മത ചിന്തകൾക്ക് അതീതമായി ഭാരതീയനാണെന്ന ബോധം എപ്പോഴും നമ്മളിൽ ശക്തമായി ഉണ്ടാകണം. ഹം ഏക് ഹൈ, ഹം ഭാരതീയ ഹൈ. जिस गली में मैं रहता हूँ, पाठ की कक्षा यहाँ पर समाप्त होती है. खुश रहें, स्वस्थ रहें. धन्यवाद.